എട്ടാമത്തെ എക്സസൈസ് കേട്ടാ. ഹവ്വിൽ കുല്ല നക്കിറത്തിൻ മിമ്മ യഅതി ഇലാ മഅരിഫത്തിൻ ബിത്വരീഖത്തിൽ മദ്കൂറത്തി അമാമഹ. ഹവ്വിൽ എന്ന് പറഞ്ഞാൽ നീ മാറ്റണം. കുല്ല നക്കിറത്തിൻ എല്ലാ നക്കിറകളെയും നീ മാറ്റണം. മിമ്മ യഅതി തുടർന്ന് വരുന്ന യാതൊന്നിലെ ഇലാ മഅരിഫത്തിൻ മഅരിഫയിലേക്ക് നീ മാറ്റണം. ബിത്വരീഖത്തി മദ്കൂറത്തി എന്താ പറയുക, രൂപത്തിൽ അല്ലെങ്കിൽ വഴിയിൽ എന്ന് പറഞ്ഞാൽ രൂപത്തിൽ. മദ്കൂറത്തിൻ അമാമഹ അതിൻ്റെ മുൻപിൽ പറയപ്പെട്ടതായ രൂപത്തിൽ. അപ്പോൾ നക്കിറയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏത് രൂപത്തിലേക്ക് മാറ്റണമെന്ന് അതിൻ്റെ മുന്നിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിലേക്ക്, ആ വഴിയിലൂടെ നമ്മൾ മാരിഫയിലേക്ക് മാറ്റണം. നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. സയ്യാറത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു കാറ്, ഏതോ ഒരു കാറ്. അത് ഏത് രൂപത്തിൽ മാറ്റണം? ബിൽ ഇളാഫത്ത് ചെയ്തുകൊണ്ട് അതിനെ മാരിഫൈ ആക്കണം. എളുപ്പമുണ്ട് അല്ലേ? അപ്പോൾ സയ്യാറത്തു എന്നത് മുലാഫാക്കുക, ശേഷം ഒരു മുലാഫിനിലേഹി വെച്ച് കൊടുക്കുക. അപ്പോൾ എങ്ങനെ പറയാം? എന്നിട്ട് മാരിഫൈ ആക്കാം. എങ്ങനെയാണ് ഇളാഫത്തിലൂടെ? സയ്യാറത്തുഹു അവൻ്റെ കാറ് മാരിഫൈ ആയില്ലേ? അതെ, സയ്യാറത്തുൽ മുദീറത്തി മുദീറിൻ്റെ കാറ്. സയ്യാറത്തുൽ മുദരിസി അലിഫ്ലാമ് വേണം കേട്ടോ, മുദരിസിൻ്റെ കാറ്. അപ്പോൾ നമ്മൾ മുലാഫിൻ ഇലേഹിയെ മാരിഫൈ ആക്കിയാൽ മുലാഫ് ഓട്ടോമാറ്റിക്കലി മാരിഫൈ ആയി മാറും. റസൂലുൻ ഒരു പ്രവാചകൻ. പ്രവാചകൻ എന്നല്ലേ പറയാം. റസൂലുൻ മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രവാചകനല്ല അല്ലേ, ദൂതൻ, ഒരു ദൂതൻ. ബി തഹ്ലിയത്തിഹ ബി അൽ ചേർത്തിട്ട് മാരിഫൈ ആക്കിയേ. അർറസൂലു ഉസ്താദുൻ ഒരു ഉസ്താദ്. ബിൻ നിദാഇ നിദാഇ കൊണ്ട് മാരിഫൈ ആക്കിയേ. യാ ഉസ്താദു. എളുപ്പമുണ്ട് അല്ലേ? അടുത്തത് ഇസ്തഖ്റിജ് മിനദ്ദർസി പാഠത്തിൽ നിന്നും നീ പുറത്തു കൊണ്ടുവരണം. എന്തൊക്കെ കൊണ്ടുവരണം പാഠത്തിൽ നിന്നിട്ടാ? മിസാലൈനി ലിൽ മുദാഫി. ഒമ്പതാമത്തെ എക്സസൈസ് കേട്ടാ. മിസാലൈനി ലിൽ മുദാഫി ഇലാ മഅരിഫത്തിൻ. മഅരിഫയ്ക്ക് വേണ്ടിയുള്ള രണ്ട് എന്താണ് മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്തതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ നീ കൊണ്ടുവരണം. പിന്നെ മിസാലൈനി ലിൽ മുദാഫി ഇലാ നക്കിറത്തിൻ നക്കിറയിലേക്ക് മുലാഫായിട്ട് വരുന്ന അല്ലെങ്കിൽ ഇലാഫത്ത് ചെയ്യപ്പെടുമ്പോൾ വരുന്ന രണ്ട് ഉദാഹരണങ്ങളും വരണം. ഏതാ പാഠത്തിൽ നോക്കിയേ? പാഠം എടുത്തോളൂ. ആദ്യം മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്തത് ഏതൊക്കെയാ? നക്കിറ കണ്ടുണ്ട് അല്ലേ? നക്കിറ രണ്ടും കണ്ടു. അഖ്ലാമു ഹിബ്രിൻ അത് നക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുന്നു. അഖ്ലാമു ജാഫത്തുൻ അതും നക്കിറയിലേക്ക്. മഅരിഫയിലേക്ക് കിട്ടിയ സ്വാഹിബുൽ മഹല്ലി മഅരിഫയിലേക്കല്ലേ ഇലാഫത്ത് ചെയ്തിട്ടുള്ളത്? കടയുടെ ഉടമസ്ഥൻ ഇലാഫത്തല്ലേ? ഖലമു റസാസിൻ നക്കിറയിലേക്കാണ്. പിന്നെ എവിടെയാ? ഹരീത്തത്തുൽ ആലമിൽ ഇസ്ലാമി കണ്ടോ? അത് മാരിഫ അല്ലേ? അൽ ഇസ്ലാമി മാരിഫ അല്ലേ? അതിലേക്ക് അല്ല, അൽ ഇസ്ലാമി അല്ലേ? ഹരീത്തത്തുൽ ആലമി. അൽ ആലമി എന്നുള്ളത് ഹരീത്തത്തുൽ ആലമി ലോകങ്ങളുടെ മേയ്പ്പ്. അതുണ്ട് കേട്ടാ. മനസ്സിലായില്ലേ? പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ലേ? അതായത് മുലാഫിൻ്റെ ഉദാഹരണമാണ് കൊണ്ടുവരേണ്ടത്. മുലാഫിനിലേഹി മാരിഫൈ ആകണം. പിന്നെ മറ്റു രണ്ട് ഉദാഹരണങ്ങൾ കൊണ്ടുവരേണ്ടത് മുലാഫിൻ്റെ ഉദാഹരണം അതിൻ്റെ മുലാഫിനിലേഹി നക്കീറാവണം. ക്ലിയർ ആണോ? അടുത്തത് സലാസത അംസിലത്തിൻ ലി ഇസ്മിൽ ഫാഇലി അൽ മുഷ്തഖി മിനൽ ഫിഅലി സുലാസി മുജറദി. സുലാസി മുജറദായ ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഇസ്മു ഫാഇലിൻ്റെ 3 ഉദാഹരണങ്ങൾ കൊണ്ടുവരണം. സുലാസി മുജറദ് ആണ് സാധാരണ 3 അക്ഷരമുള്ള ക്രിയ. അതിൽ നിന്നും വന്ന ഇസ്മു ഫായിലായിരിക്കണം. ഇതിൽ കിട്ടിയ മുഷ്തരി പറയാൻ പറ്റില്ല അല്ല. ഇഷ്തറ സുലാസി മുജറദല്ല. സാഹിബ് സാഹിബ സഹബ സുജു പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. മാലിക്കു അല്ലേ?
മാലിക്കില്ലേ? മലക്ക യംലിക്കു മാലിക്. സുലാസി മുജറദല്ലേ മലക്ക ഉടമപ്പെടുത്തി. യംലിക്കു മാലിക്കുൻ അതിൻ്റെ ഇസ്മു ഫായിലല്ലേ? സുലാസി മുജറദായ ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞത് ഇസ്മു ഫായിലല്ലേ മാലിക്കുൻ എന്നത്? ഫായിലുൻ എന്ന വസനിലും. അതെ. സാഹിബുൻ 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 ട്ടാ. സാഹിബൻ സാഹിബ്. പിന്നെ ബഖിയ യബ്ഖാ ബാഖിൻ ബാഖിൻ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് മിസാലൻ ലിന്നസ്ബി നസ്ബി എന്നല്ലേ? ഉദാഹരണം എന്തിന്? നിസ്ബ് ചെയ്യാന്ന് പറയില്ലേ? നെസ്ബ് ചെയ്യുക ചേർത്താന്നറിയില്ലേ? നെസ്ബ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? അതിലെന്തെങ്കിലും കിട്ടി? അൽ ഇസ്ലാമി എന്ന് കിട്ടിയില്ലേ? ഇസ്ലാമിൻ്റെ എന്നറിയില്ലേ? ഇസ്ലാമി. അൽ ഹിന്ദിയു അൽ അറബിയു അംരിക്കിയു കനദിയു എന്നൊക്കെ പറഞ്ഞിട്ട് യാ ചേർത്തിട്ട് പാകിസ്ഥാനിയു പാകിസ്ഥാനി എന്നൊക്കെ പറഞ്ഞു. പാഠത്തിലത്തെ ഞാൻ പറഞ്ഞ അൽ ഇസ്ലാമി വന്നില്ല. അപ്പം മാപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ നിസ്ബ ഇതല്ലേ പാഠത്തിൽ? അതാണ് ഞാൻ മറ്റേത് ഉദാഹരണം പറഞ്ഞതാണ് എന്താണ് നിസ്ബ എന്നുള്ളത്. നസ്ബിയ ചേർത്ത്. ഇനി അടുത്തത് യുജുറ. യുജുറ എന്താ? അജുറ യുജിരി യുജിരി അജുറ യുജിരി. യുജിരി തംരീനാനിൽ ഷഫവിയാനിൽ ആത്തിയാനിൽ. യുജിറ അതാണ് ഞാൻ അതിൻ്റെ മാലിമുള്ളവർ പറഞ്ഞ അജിറ യുജിരി അജിറ അജിറ അഫ്അല യുഫ്ഇലു യുജിരി യുജിരിയു എന്നാണ് ശരിക്കും സിക്കൽ കാരണം കൊണ്ട് യുജിരി. അജിറ എന്ന് പറഞ്ഞാലേ നടത്തുക, ടു പെർഫോം ചെയ്യുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. ക്യാരി ചെയ്യാന്ന് അങ്ങനെ എന്താ പറയും. ഇത് മുലാരിയാണ് അല്ല മജ്ഹൂലാണ്, അതുകൊണ്ടാണ് യുജുറ എന്ന് വന്നിട്ടുള്ളത് കേട്ടാ. യുജിരിയാണ് കേട്ടാ. ഇത് മജ്ഹൂലായത് കൊണ്ടാണ്. തംരീനാനി രണ്ട് തംരീനുകളെ നടത്തപ്പെടും അല്ലെങ്കിൽ പെർഫോം ചെയ്യിപ്പിക്കണം. ഷഫവിയാനിൽ ആദ്യ തുടർന്ന് വരുന്ന വെർബലായിട്ടുള്ളത് കേട്ടാ. വെർബലായിട്ടുള്ള അതായത് തുടർന്ന് വരുന്ന വാചികമായിട്ടുള്ള തംരീനുകൾ നടത്തപ്പെടുക. രണ്ട് തംരീനെ നടത്തപ്പെടുക. യുജുറ എന്ന് പറഞ്ഞുള്ളത് എന്തുകൊണ്ടാണ്? ഇത് മജ്ഹൂലായതുകൊണ്ട് കേട്ടോ. യുജിരിയാണ് അതിൻ്റെ മുലാരി കേട്ടാ. യുജുറ യുജുറ വാചികമായിട്ട് നടത്തപ്പെടുക. അതായത് ഇത് മറ്റേ എന്താ പറയുക ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിപ്പിക്കേണ്ട എക്സസൈസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഷഫവിയാനി അറിയാലോ, വെർബൽ രണ്ട് ചുണ്ടുകൊണ്ടത് വെർബൽ. ഷഫവിയാനിൽ ആത്തിയാനി. തംരീനാനി എന്നുള്ളത് അപ്പം എന്തായിരിക്കും? എന്ത് ഫായില്? ആ ഫയലുള്ളത് ഞാൻ പറഞ്ഞില്ല മജ്ഹൂലല്ലേ? നായിബ് ഫയല്. നായിബ് ഫയലാണ് കേട്ടോ. ഇനി മജ്ഹൂലായതുകൊണ്ടല്ലേ യുജിറ എന്ന് വന്നത്. യുജിരി എന്നുള്ളത് യുജിരി ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഇത് യുജിറ എന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? മജ്ഹൂലാണ് കേട്ടോ. തബ്ദീലാനി എന്നുള്ള നായിബ് ഫയൽ അലിഫ് കൊണ്ട് റഫ് ചെയ്തു കേട്ടോ. ശരി, അപ്പോൾ എന്ത് ചെയ്യണം നോക്കട്ടെ. യഖൂലു കുല്ലു താലിബിൻ ലിസമീരിഹി. എല്ലാ വിദ്യാർത്ഥികളും ഓരോ വിദ്യാർത്ഥിയും തൻ്റെ സഹപാഠിയോട് എന്ത് പറയണം? ഓരോരുത്തരും ഇങ്ങനെ പറയണം. ആഴ്ത്തിനി കലമക്ക, നീ നിൻ്റെ പേന എനിക്ക് തരൂ. പിന്നെ നമ്മളപ്പോൾ ഒരു പേന കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെയും ഒരു വിദ്യാർത്ഥി തൻ്റെ മറ്റൊരു ഫ്രണ്ടിനോട് പറയണം ആഴ്ത്തിനി കിതാബക്ക, നീ നിൻ്റെ ബുക്ക് എനിക്ക് തരൂ. ഗിവ് മീ യുവർ ബുക്ക്. അഅ്തിനി ദഫ്തറക്ക, ഗിവ് മീ യുവർ നോട്ട് ബുക്ക്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അഅ്ത എന്നുള്ള ഫീലായിട്ട് നല്ല പരിചിതമാകും. അതിനാണ് കേട്ടോ. അടുത്തത് യഖൂലു കുല്ലു താലിബിൻ ലിസമീരിഹി. ഓരോ വിദ്യാർത്ഥിയും തൻ്റെ സഹപാഠിയോട് എങ്ങനെ പറയണം? മുഷീറൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. എന്താ? ഇലാ ജമീലിൻ ആഹറ, മറ്റൊരു സഹപാഠിയിലേക്ക് ചൂണ്ടുന്നവനായ നിലയിൽ അവനോട് പറയണത് ആത്തിഹി കിതാബക. ഇപ്പോൾ ഒരു കുട്ടി മറ്റൊരു കുട്ടീനെ ചൂണ്ടിക്കാണിച്ചിട്ട് തൻ്റെ മുന്നിലുള്ള കുട്ടിയോട് പറയണം ആത്തിഹി കിതാബക്ക. ആത്തി നീ നീ നൽക്, ഹി അവന്
കിതാബക്ക നിൻ്റെ ബുക്ക്. നിൻ്റെ ബുക്ക് നീ അവന് കൊടുക്ക്. വേറൊരു കുട്ടീനെ ചൂണ്ടിയിട്ട് മുന്നിലുള്ള കുട്ടിയോട് പറയുകയാണ്. ഇപ്പം 2 കുട്ടികളുണ്ടാവണം. പറയുന്ന കുട്ടീൻ്റെ മുന്നിലൊരു കുട്ടിയുണ്ട്. അതല്ലാത്ത വേറൊരു കുട്ടിയെ ചൂണ്ടിയിട്ട് പറയണം എന്തെന്ന്, അഅ്തിഹി കിതാബക, നിൻ്റെ പുസ്തകം നീ അവന് നൽക്. അഅ്തിഹി ദഫ്തറക, നിൻ്റെ നോട്ട് പുസ്തകം നീ അവന് കൊടുക്ക്. അഅ്തിഹി മിബറാത്തക, നിൻ്റെ ഷാർപ്നർ, കട്ടറ, പെൻസിൽ ചെത്തണ ആ സാധനം ഉണ്ടല്ലോ, ഷാർപ്നർ, അത് നീ അവന് നൽകും. ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെ പറയണം. അപ്പോൾ എന്തുണ്ടാവും, നമുക്ക് ആ ഒരു ആ ഒരു വാക്കുമായിട്ട് നമുക്ക് പരിചിതമാകും. അപ്പോൾ ഷാർപ്നർ പെൻസിൽ ഷാർപ്പ് ചെയ്യൂലേ, കട്ടർ ഷാർപ്നർ എന്നൊക്കെ പറയാം കേട്ടോ. ഇനി ഇതന്നെ ഇത് ഓറൽ എക്സസൈസാണ് കേട്ടോ. ആയത്തിനി കലമക്ക കിതാബക്ക ദഫ്തറക്ക പോയിന്റ് കിട്ടും അതർ. ഇനി തഅല്ലം അൽ അഫ്ആലൽ ആത്തിയത്ത, തുടർന്ന് വരുന്ന ക്രിയകളെ തഅല്ലം നീ പഠിക്കണം അല്ലേ. അല്ലമ യുഅല്ലിമു തഅലീം അല്ലല്ലോ, തഅല്ലം എന്ന് പറഞ്ഞാൽ ഫോം 5 ആണ് അല്ലേ. എന്ത് ഫോം 5? ഫോം 2 അല്ല, ഞാൻ പെട്ടെന്ന് ഫോം 2 ആണ് വിചാരിച്ചു. തഅലീമൻ തന്നെ, തഅല്ലമ യുഅല്ലിമു തഅലീമൻ അല്ല, ഫോം 5. ഫോം 5 നോക്കിയേ, 5. തഅല്ലമ യതഅല്ലമു തഅല്ലുമൻ മുതഅല്ലിമുൻ. ഇപ്പം എന്താ തഅല്ലം എന്നുള്ളത് എന്തുട്ടാ അപ്പം അതിൻ്റെ ഫോം 5? തഅല്ലം തഅല്ലമ, ഇവിടെ തഅല്ലം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ? അല്ല ടീച്ചറെ, ഫോം 5 അല്ലേ, തഫഅല ബേറ്റാണ്. തഅല്ലമ യതഅല്ലമു തഅല്ലുമൻ മുതഅല്ലിമു. തഅല്ലം അംർ ഫേലാണ് കേട്ടോ. തഅല്ലമാണ് അതിൻ്റെ അംർ കേട്ടോ, തഅല്ലം. ഇപ്പോൾ ഫോം 5 അംർ ഫേൽ കണ്ട, തഅല്ലം നീ പഠിക്കണം, നീ മനസ്സിലാക്കണം. അൽ അഫ്ആലൽ ആത്തിയത്ത, തുടർന്ന് വരുന്ന ക്രിയകളെ നീ മനസ്സിലാക്കണം. ഫോം 2 ആണെങ്കിൽ ഏതാ വരിക? അല്ലമ യുഅല്ലിമു, അവിടെ വരുമ്പോൾ അല്ലിം എന്നാണ് വരിക. അംർ ഫേൽ വരുമ്പോൾ തഅല്ലം എന്ന് പറയുമ്പോൾ നീ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇത് നാദ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു. നാദ. യുനാദി അവൻ വിളിക്കുന്നു. നാദി നീ വിളിക്കും. അതിൻ്റെ ഇസ്മു ഫായിൽ മുനാദിൻ, ഇസ്മു മഫൂല് മുനാദ വിളിക്കപ്പെടുന്നത്. ഇതിൻ്റെ മസ്തർ എന്താ? മസ്തർ അപ്പോൾ നാദിൻ അംർ, മസ്തർ നിദാഉൻ വിളി അല്ലേ. നിദാഉൻ വിളി. നിദായുനാണ് ശരിക്കും അതിൻ്റെ മസ്ത്, പക്ഷെ നിദാവുനായതാണ്. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാദ എപ്പോഴോ എടുത്തപ്പോൾ ഞാനത് വായിച്ചു തന്നു അല്ലേ. നാദ യുനാദി മുനാദൻ മുനാദിൻ നാദിൻ ഫാഅല വസൻ. നാദയാണ് ഫാഅല വസൻ കേട്ടോ. നോക്കണോ ഇനി അതിൻ്റെ ഒരു മിനിറ്റ് നോക്കണോ? തസ്രീഫ് നോക്കണോ? വേണമെന്നില്ല കേട്ടോ. ഒന്ന് പറഞ്ഞോക്കിയേ, മാളി ഒന്ന് പറഞ്ഞേ. മാളി ഒന്ന് തസ്രീഫ് ചെയ്തേ. നാദാന്നാണോ പറയുന്നത്? നാദ, നാദയാ, നാദൗ, നാദത്, നാദതാ, നാദൈന, നാദൈത, നാദൈതുമാ, നാദൈതും, നാദൈതി, നാദൈതുമാ, നാദൈതുന്ന, നാദൈതു, നാദൈന.
ഇനി യുനാദി പറഞ്ഞു നോക്കിയേ. യുനാദി യുനാദാനി യുനാദൂന യുനാദി തനാദി യുനാദി യുനാദിയാനി യുനാദൂന തുനാദു തുനാദിയാനി യുനാദീന യുനാദീന തുനാദു തുനാദി തുനാദു തുനാദു തുനാദിയാനി തുനാദൂന തുനാദീന തുനാദിയാനി തുനിദിന തുനീദീന തുനീദിന തുനാദി പറയാം. അടുത്ത വരുമ്പോ അനാദു അനാദു നുനാദു അനാദു ആണ് മോളെ. സെക്കൻഡ് അല്ലേ ഇത്? തുനാദു ഉനാദി ഉനാദി ഇനി ഞാൻ പറയണ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യത്തെ 6 പറഞ്ഞ കറക്റ്റാണ്. 6 ഓക്കെയാണ്. യുനാദി യുനാദിയാനി യുനാദൂന തുനാദു തുനാദു എന്നല്ല തുനാദി തുനാദിയാനി യുനാദീന അതുവരെ കറക്റ്റാണ്. അടുത്തത് അനത്ത് വരുമ്പോൾ തുനാദി തുനാദിയാനി തുനാദൂന തുനാദീന തുനാദിയാനി തുനാദീന തന്നെ ആണോ? തുനാദീന അന്തിയും അന്തുന്നയും തുനാദീന രണ്ടും തുനാദീനാണ് കേട്ടോ. അടുത്തത് പറയുമ്പോഴേ ഉനാദി എന്നാണ്. ഉനാദി നുനാദി നമ്മൾ എഴുതി നോക്കിയാൽ കിട്ടും. കാരണം ഹുവൻ്റെ അവിടെ എന്താ? യുനാദി. ഹിയൻ്റെ അവിടെയോ? തുനാദി. പിന്നെ അന്തൻ്റെ അവിടെയോ? അന്തൻ്റെ അവിടെ സെയിം തന്നെ തുനാദി. പിന്നെ അതേപോലത്തെ വരുന്നത് ഉനാദി നുനാദി എഴുതി കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. അത് ശരിയാവും. ഉനാദി നുനാദി ആ 5 ഒരേപോലെ അല്ലേ വരുന്നത്? ഇനി ജസ്മു ചെയ്യുമ്പോൾ ഈ ആയിരണ്ട് കളഞ്ഞാൽ മതി. ജസ്മു ചെയ്യുമ്പോൾ യുനാദു ആ നീട്ടാണ് യുനാദി യുനാദിയ. പിന്നെ നൂനിനെ ബാക്കി മറ്റേതില്ല. പിന്നെ തുനാദു ഉനാദു നുനാദു അല്ല ഉനാദി നുനാദി അവിടെയൊക്കെ ആയി ആയിരണ്ട് കളഞ്ഞാൽ മതി ജസ്മു ചെയ്യുമ്പോഴും. അത് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി നാദൻ്റെ മജ്ഹൂൽ എന്ന് പറഞ്ഞേ. നാദ നൂദിയ അതെന്താ വെച്ചാൽ മജ്ഹൂലാക്കുമ്പോൾ നമ്മൾ നാദ എന്ന് പറയുമ്പോൾ നാദാന്നല്ലേ? ഫ ല നാദ നാ അല്ലേ? അപ്പോൾ അവിടെ നൂദിയ വിളിക്കപ്പെട്ടു, അവൻ വിളിക്കപ്പെട്ടു. നൂദിയ നൂദിയ നൂദു നൂദിയത്ത് നൂദിയത്ത നൂദീന. പിന്നെ നൂദീത്ത നൂദീത്തുമ നൂദീത്തു നൂദീത്തി നൂദീത്തുമ നൂദീത്തുന നൂദീത്തു നൂദീന. അങ്ങനെയാണ് അതിൻ്റെ മജ്ഹൂൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ യുനാദി എന്നുള്ളതിൻ്റെ മജ്ഹൂൽ എങ്ങനെയാ? യുനാദി യുനാദ യെസ് കറക്റ്റ്. യുനാദ അവൻ വിളിക്കപ്പെടുന്നു. കണ്ടോ? ദാലിൻ്റെ കെസറ പോയിട്ട് ഫത്തഹാക്കിയാൽ മതി. മജ്ഹൂൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇതിൻ്റെ പിന്നെ ഈ മുലാരിൻ്റെ നല്ല എളുപ്പമാണ്. ഇങ്ങനത്തതൊക്കെ നല്ല എളുപ്പമാണ്. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിൻ്റെ കെസറ പോയിട്ട് ഫത്തഹാക്കുക. ഓൾറെഡി പിന്നെ ലൊമ്മയല്ലേ കിടക്കുന്നത്. പിന്നെ മൻസൂബും വലിയ കുഴപ്പമില്ല. യുനാദ യുനാദയ പിന്നെ മൻസൂബും തുനാദ അത് കുഴപ്പമില്ല. ഇനി എന്തായിരുന്നു? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അംബ്രിഫേൽ അല്ലേ? അംബ്രിഫേൽ നീ വിളിക്കി. നാദി 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 നാദിയ നാദു നാദി നാദി നാദിയ ഇസ്മഫായില് മുനാദിൻ ദിൻ വിളിക്കുന്നവൻ വിളിക്കപ്പെടുന്നവൻ. മുനാദൻ മുനാദൻ മുനാദിൻ മുനാദൻ. മസ്തർ എന്താ? നിദാ അല്ലേ? അതിലല്ലേ? അതില് മസ്തർ അങ്ങനെ കൊടുക്കാറുണ്ട്. മുനാദാത്തൊന്നും പറയുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇതാണ് പൊതുവെ പറയാറുള്ളത്. ഇതില് മറ്റേ തസ്രീഫിന്റെ ടേബിൾ ആവുമല്ലോ പറയണ്ടാവുക. അതിലുണ്ടാവും അല്ലേ? റിസർവ് പോലെ അങ്ങനെ റിവേഴ്സോ അവിടെ അതിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നാദ പറഞ്ഞു അല്ലേ? പിന്നെ ഏതാ? നിദായുന്നാണ് അതിന്റെ അസല്. നിദാ ഉൻ മസ്തർ. പിന്നെ മുനാദാത്തന ഏതോ പറഞ്ഞത് അതും ഉണ്ടാവാറുണ്ട് കേട്ടോ. ആനയും കാണാറുണ്ട്. പിന്നെ നാദ ദഫ ഈ നാദ എന്താ പറയുക? ഫാല വസനാണ് ശരിക്കും അത് കേട്ടോ. ഫോം 3 ആണ് കേട്ടോ. ഫാല വസനിൽ എന്തുണ്ട് വേറെ ഒന്ന്? ആലജ കേട്ടിട്ടുണ്ട്. ആലജ എന്നല്ലേ? ആലജ ആലജ എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചു. യു ആലിജു
കേട്ടിട്ടുണ്ടോ? ഇലാജുൻ ചികിത്സ എന്നൊക്കെ പറയില്ലേ, ഇലാജ്. അല്ല ടീച്ചറെ, ഈ നാദ ഏത് ബാബാന്ന് പറഞ്ഞ്? ഫാ ആ ല. ഫഅല അപ്പൊ 3 ആ 3 ഫോം 3. ഫോം 3 അപ്പൊ മുഫാലത്തുൻ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പാറ്റേണിലാണ് എന്താണ് എന്താണ് മുനാദയത്തുന മുനാദാത്തുന അങ്ങനെ പറയുന്നത്. പിന്നെ ശരിക്കും ഇതാന്നും പറയാറുണ്ട്. പിന്നെ ദഫ ഇതിൽ കൊടുത്തുള്ള അടുത്ത ദഫ യദ്ഫഉ, ദഫ യദ്ഫഉ, അടച്ചു, പ്രതികരിച്ചു, പ്രതിരോധിച്ചു എന്നൊക്കെ പറയാം അല്ലേ, ദഫ. പിന്നെ വേറെ എന്തോ ഒരു അർത്ഥമുണ്ട്, ദഫ പ്രതികരിച്ചു, പ്രതിരോധിച്ചു, അടച്ചു. ഇതിലെന്താ വന്നിട്ടുള്ളത്? ദഫ യദ്ഫഉ, ടു പേ, പേ ചെയ്തു എന്നാണ് ഇതിൽ പുറത്ത് വന്നുള്ള അർത്ഥം. പിന്നെ നഫീദ എന്ന് പറഞ്ഞാൽ തീർന്നു, വറ്റി എന്നൊക്കെ പറയും, നഫീദ. യൻഫദു. പിന്നെ തഖൂലു നമ്മൾ പറയുന്നു, നഫിദത്തു നുസ്ഖു ഹാദൽ കിതാബി ഫിൽ മക്തബത്തി, ഈ ബുക്കിൻ്റെ കോപ്പികൾ ബുക്ക് ഷോപ്പിൽ തീർന്നുപോയി. ബുക്ക് ഷോപ്പ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ബുക്ക് ഷോപ്പിൽ ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ നഫിദത്ത് തീർന്നുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി സല്ലമ ഷൈഅ ലഹു, ഏതെങ്കിലും ഒരു വസ്തുവിനെ കൈമാറി, നൽകി, കൈമാറി എന്നൊക്കെ പറയില്ലേ, ഹാൻഡ് ഓവർ ചെയ്തെന്ന് അറിയില്ല, അതിനാണ് സല്ലമ ലഹു. സലാം പറഞ്ഞ എന്നല്ല, അഅതാഹു ഇയാഹു. എന്താ അതിൻ്റെ അർത്ഥം? അഅതാഹു നൽകി, ഇയാഹു. ഇയാഹു എന്തുട്ടാ? ഇയാഹു കേട്ടിട്ടുണ്ടോ? ഇയാഹു ഒരു ടൈപ്പ് ഓഫ് ലമീറാണ്. ഞാൻ എവിടെയോ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പിട്ട് അഅതാഹു എന്നിട്ട് അഅതാ എങ്ങനെ ഫീൽ ഒരു ഹംസ ഫത്ഹ ഐൻ സുകൂൻ താ പ്ലസ് അലിഫ് മക്സൂറയായിരുന്നു, അതിലേക്ക് ലമീർ ചേർത്തപ്പോഴാണ് മദ്ദിൻ്റെ അലിഫായി മാറിയത് കേട്ടോ. അഅതാ ഞാൻ നൽകി, ഹു അവന്. അഅതാ ഞാൻ നൽകിയെന്നല്ല കേട്ടോ, അവൻ നൽകിയിട്ട്, അത് ഫേലിൻ്റെ മാളിയാണ്. അഅതാ ഫേൽ മാളി മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറത്തിൽ അഅതാ അഫ്അല അല്ല സോറി അഅതാ എന്ന് പറഞ്ഞാൽ ഏതാ പദന്? അഫലല്ലേ, അഫ്അലനെ പറഞ്ഞുതരാം. അഫ്അല വസനാണ് അല്ലേ, അഫ്അല. അപ്പം മൂന്നാമത്തെ ലെറ്ററിൻ്റെ ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ ഫേലു മാളിൻ മബനിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറത്തി ലിത്തഅദ്ദുരി. പിന്നെ ഫാഇൽ ളമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ. ഓക്കെ, ഹാ മഫൂലും ബിഹി അല്ലേ. ഇനി ഇയാഹു ആണ്. ഇയാഹു ഞാനിവിടെ എവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കണേ. ഇയാഹു കുറച്ച് ചെറുതായിട്ടൊന്നും കൂടി പറയാനുണ്ട്, ഇവിടെ കാണുന്നില്ല. ഇയാഹു അതായത് ഇതേ അവൻ നൽകിന്ന് അവിടെ വന്നല്ലോ, അല്ല അവൻ നൽകി. അതെ, അയത്താന്ന് പറഞ്ഞാൽ ഹുവ ആർക്ക് നൽകി? ഹൂന് നൽകി, അവൻ നൽകി. ഇയാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അത് നൽകി എന്നാണ് കേട്ടോ, അത് നൽകി. അഴത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം എടുത്തിട്ട് അവൻ അത് നൽകി, അവന് അത് നൽകി. അപ്പോൾ ഹൂ എന്നുള്ളത് ഉദ്ദേശിച്ചത് അവിടെ അത് നൽകി എന്നാണ്. ഇയാഹു എന്ന് പറഞ്ഞാൽ അവന് നൽകി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ലമീറാണ് ഇയാഹു എന്നുള്ളത്. ഇയാഹു എന്നുള്ളത് ശരിക്കും മഫൂലും ബിഹിയാണ്. അപ്പോൾ പിന്നെ 2 മഫൂലും ബിഹി ഉണ്ട്. ഒന്ന് അത് നൽകി, ഇയാഹു എന്ന് പറഞ്ഞാൽ അവന്. അഅത എന്ന് പറഞ്ഞാൽ അവൻ നൽകി, ഹു അത് ഏതൊരു വസ്തു, ഇയാഹു അവന്. അപ്പോൾ 2 മഫൂലും ബിഹി വന്നിട്ട് ഒരു സാധനം വേറൊരാൾക്ക് നൽകി, 2 മഫൂലും ബിഹി വന്നു. ഇനി ഈ ഇതാണ് കേട്ടോ ഇയാഹുവിൻ്റെ കാര്യമാണ് പറയണത്. ഇതൊരു എന്താ പറയുക, നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്നൊരു മഫൂലും ബിഹിയാണ് കേട്ടോ. നമുക്ക് പഠിക്കാൻ വരുമായിരിക്കും. നസ്ബിൻ്റെ സ്ഥാനത്ത് ലമീറുൻ മുൻഫസിലുൻ മബനിയുൻ, ഇത് ഇയാ പ്ലസ് ഹു ഒന്നല്ല കേട്ടോ, ഇതൊറ്റ വാക്കാണ്. ലമീറുൻ മുൻഫസിലുൻ, മുൻഫസിലായ ലമീറാണത്, മബനിയാണ്. ഫി മഹല്ലി നസ്ബിൻ്റെ മഹലിലാണ് മഫൂലും ബിഹി സാനി. ഈ അതിൻ്റെ സപ്പോർട്ടിന് കൊടുത്തു എന്നുള്ളൂ, പക്ഷേ ഇയാഹു എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങനെയാണ് പറയാം. അപ്പോൾ നസ്ബിൻ്റെ സ്ഥാനത്ത് വരുന്ന മുൻഫസിലായിട്ടുള്ളൊരു ലമീറാണ് ഇയാഹു.
ഓക്കെ, ക്ലിയർ ആയോ? ഇത്തരം നമ്മൾ നോക്കിയാൽ ഓർമ്മല്ലേ, ഇയ്യായ, ഇയ്യാക്ക, ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അവന് മാത്രം, നിന്നോട് മാത്രം, ഇയ്യാക്ക നഅ്ബുദു, ഇയ്യാക്ക, ഓർമ്മ ഉണ്ടോ? ഇയ്യാക്ക, അപ്പം അതൊരു ടൈപ്പ് ഓഫ് മോർഫിം. ഇയ്യായ ഫറഅബൂ എന്നൊക്കെ പറയാറില്ലേ? അപ്പം അത് ഒരു തരം ദൊമീറാണ്. നമുക്ക് വെറുതെ ഒന്ന് നോക്കാം കേട്ടോ, ഖുർആൻ എടുക്കട്ടെ. ഞാൻ തഫ്സീർ എടുക്കട്ടെ കേട്ടോ, മറ്റേ തഫ്സീറല്ല, ഇയ്യാക്ക നോക്കാം. അപ്പോൾ നോക്കിയാ ഇയ്യാക്ക അവിടെ വന്നിക്കണം. നമുക്ക് ഇവിടെ ഇയ്യാഹു വന്നേക്കണത് മഫൂലും ബിഹിയുടെ സ്ഥാനത്താണ് അല്ലേ? രണ്ടാമത്തെ മഫൂലും ബിഹി, ഒരു മഫൂലും ബിഹി കഴിഞ്ഞൊരു രണ്ടാമത്തെ. ഇയ്യാക്ക എന്ന് പറയുമ്പോൾ ദമീറുൻ മുൻഫസിലുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി നസ്ബിൻ മഫൂലും ബിഹി മുഖദ്ദം ലിൽ ഇഖ്തിസാസി, അത് പ്രത്യേകപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതായത് ഇയ്യാക്ക നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെ? നഅ്ബുദുൽ ഫിയലും ഫായിലും കഴിഞ്ഞില്ലേ? ഞങ്ങൾ അല്ലേ? നഅ്ബുദു ഫിയലുൻ മുളാരിഉം മർഫൂഉൻ ബിദമ്മത്തി വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു നഹ്നു അല്ലേ? അതിൻ്റെ മഫ്ഊലും ബിഹി മുഖദ്ദമായിട്ടാണ് ദമീറുൻ മുൻഫസിൽ വന്നിട്ടുള്ളത് കേട്ടോ. നഅ്ബുദു, ഇയ്യാക്ക നഅ്ബുദു, പിന്നെ വാവ് കഴിഞ്ഞിട്ട് ഇയ്യാക്ക, വീണ്ടും ഹർഫുൽ അത്ഫ് ഇയ്യാക്ക ദമീറുൻ മുൻഫസിലുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി നസ്ബിൻ മഫൂലും ബിഹി മുഖദ്ദം ലിൽ ഇഖ്തിസാസി, പിന്നെ നസ്തഈനു, അവിടെ ഫിഅലും ഫായിലും അവിടെ വന്നിട്ടാ. ഫിഅലും ഫായിലും വന്നവിടെ എന്തായിരുന്നു? ആ ഒരു മഫൂലും ബിഹിനെ പ്രത്യേകപ്പെടുത്തിയിട്ട് മഫൂലും ബിഹി മുഖദ്ദമായിട്ട് വന്നുള്ളതാണ് കേട്ടോ. അതാണ് ഇയാഹു. ചിലപ്പോൾ വരുമായിരിക്കും ഇതിൽ പഠിക്കാൻ. തഖൂലു, നമ്മൾ പറയുന്നു, സല്ലം തു ദഫ്തറ ലിൽ മുദരിസി, സല്ലം തു ഞാൻ കൈമാറി, അദ്ദഫ്തറ നോട്ട് പുസ്തകം, ലിൽ മുദരിസി അധ്യാപകന് ഞാൻ നോട്ട് പുസ്തകം കൊടുത്തു, കൈമാറി, ഹാൻഡ് ഓവർ ചെയ്തു. കണ്ടോ? സല്ലമ യുസല്ലിമു. അപ്പോൾ സല്ലമക്ക് ലഹു ലാ വരുമ്പോൾ സല്ലമ ലി ല എന്നൊക്കെ വരും. ലീ ആണ് പൊതുവെ വരും. അപ്പോൾ അവിടെ ലമീർ ചേർന്നത് കൊണ്ടാണ് സല്ലമ ലഹു അവന് കൊടുത്തു, അവന് കൈമാറി, സല്ലമ ലിൽ മുദരിസി അധ്യാപകന് കൈമാറി എന്നൊക്കെ പറയുന്നത്. സല്ലം, പിന്നെ സല്ലമ അല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലാം പറഞ്ഞു എന്നാണ്. അല്ലെങ്കിൽ സാധാരണ സല്ലമ പറയുമ്പോൾ പൊതുവെ സലാം പറഞ്ഞു എന്നാണ് പറയാറുള്ളത് കേട്ടോ. അമ്മ സല്ലമ അലൈഹി, നമ്മൾ പറഞ്ഞു തരാം. എന്നാൽ സല്ലമ അലൈഹി അവൻ്റെ മേൽ സലാം പറഞ്ഞു. ഫമഅനാഹു, അപ്പോൾ അതിൻ്റെ മാന ഖാല ലഹു അസ്സലാമു അലൈക, അവനോട് എന്ത് പറഞ്ഞു? അസ്സലാം, നിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വഖദ് അറഫ്ത ദാലിക മിൻ ഖബ്ലു, തീർച്ചയായും നീ ഇതിനു മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ മുൻപത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. ഇനി സലീമ ഉണ്ട്. സലീമ എന്ന് പറഞ്ഞാൽ സുരക്ഷിതനായി, രക്ഷപ്പെട്ടു, ടു ബി സെക്യൂർഡ് എന്നൊക്കെ പറയാം. സലിമ യസ്ലമു യഖൂലു തഖൂലു, നീ പറയുന്നു, ഇൻ ഖലബത് സയ്യാറത്തുഹു അവൻ്റെ കാറ് കീഴ്മേൽ മറിഞ്ഞു, ഇൻ ഖലബത്. വലാകിന്നഹു, പക്ഷേ അവൻ, സലിമ രക്ഷപ്പെട്ടു, ടു ബി സേഫ്, ടു ബി അൺഹർട്ട്. അതൊക്കെ അല്ലേ. അടുത്തത് ഹാത്തി, നീ കൊണ്ടുവരണം, ജം അൽ അസ്മാഇൽ ആറ്റിയത്തി, തുടർന്ന് വരുന്ന ഇസ്മിൻ്റെ ബഹുവചനത്തെ നീ കൊണ്ടുവരണം. എന്തെങ്കിലും വിട്ടുപോയിട്ടില്ലല്ലോ ഒന്നും ഇല്ല. എന്തൊക്കെയാണ്? കീസുൻ എന്ന് പറഞ്ഞാൽ കവറ്, കീസുൻ കീസുന് കീസുൻ അക്കിയാസുൻ പിന്നെ അക്കീസുൻ ഉണ്ടാ. ഏറ്റവും ബുദ്ധിയുള്ളവൻ അക്കീസുൻ എന്ന് പറയും തോന്നുന്നുണ്ട്. അതിൻ്റെ തസ്മു തഫ്ലീൽ കീസുൻ കവർ അക്കിയാസുൻ ഇല്ല, അക്കിയാസുനാണ്. ലൗഹത്തുൻ എന്ന് പറഞ്ഞാൽ ലൗഹാത്തുൻ, ഫലകം ലൗഹാത്തുൻ, ജംഉ മുഅന്നസ് സാലിം കേട്ടോ. ഖരീത്തത്തുൻ എന്ന് പറഞ്ഞാൽ മാപ്പ്, ഖറാഇത്തു ഫതഹ റാ ഫതഹ അലിഫ്, നീട്ടാനുള്ള അലിഫ്, പിന്നെ യാഇൻ്റെ ഉള്ളിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഹംസ വരുന്നത്. ഖറാഇത്തു പിന്നെ ത, പിന്നെ വേറൊരു, അത് മംനു മിന സർഫാണ് കേട്ടോ.
ഖറായിത്തു ഹരീത്തത്തുൻ യാൻ്റെ ഉള്ളിലാണ് ഹംസ, അതായത് ഹംസൻ്റെ കുറിച്ച് യാ ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഹരീത്താണ്. പിന്നെ ഹരീത്താത്തുന്നും പറയാറുണ്ട് കേട്ടോ. അത് മുഅന്നസ് സാലിമാക്കിയിട്ടും പറയാറുണ്ട്. ഹരീത്താത്തുൻ മുഅന്നസ് സാലിമായിട്ട് എഴുതാം. പിന്നെ ഗിലാഫുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗിലാഫുൻ എന്ന് പറഞ്ഞാൽ ഈ കവറില്ലേ, കവർ. ഗിലാഫുൻ ഗിലാഫുൻ. അതിന് ഗുൽഫുൻ എന്നും പറയാറുണ്ട്, അഗ്ലിഫത്തുൻ എന്ന് പറയാറുണ്ട്. അഫ്ഇലത്തുൻ വസനിൽ അഗ്ലിഫത്തുൻ ഗൈനാണ് കേട്ടോ. അഗ്ലിഫത്തുൻ ഗുലുഫുൻ. ഇനി ലിസാനുൻ നാവ്, അൽസിനത്തുൻ അൽസിനത്തുൻ. യദുൻ എന്ന് പറഞ്ഞാൽ ഐദിൻ എന്ന് പറയാറുണ്ട്, ഐദിൻ. പിന്നെ ഐദിൻ എന്ന് പറഞ്ഞാൽ ദാൽ കെസ്റത്തൈൻ, മൻകൂസാണ് കേട്ടാ, ദാൽ കെസ്റത്തൈൻ. അപ്പം അലിഫ്ലാമ വരുമ്പോഴെങ്ങനെ അൽ ഐദി എന്ന് വരും. ഒരു യാ കൂടുതൽ വരെ അലിഫ്ലാം ഇടുമ്പോഴും മുലാഫ് ആകുമ്പോഴൊക്കെ, അതായത് ഇത് മാരിഫയാക്കുമ്പോൾ അൽ ഐദി. മാ ലിദ്ദു ഫൗക്ക. ഫൗക്ക എളുപ്പമാണ് അല്ലേ. ഫൗക്കൻ്റെ ഓപ്പോസിറ്റ് എന്താ എല്ലാവർക്കും അറിയാം, എന്താ? തഹ്ത, താഴെ. ഇനി ഹിബറുൻ. ഹിബറുൻ എന്ന് പറഞ്ഞാൽ മഷി, ഇങ്ക്. കലമു ഹിബരിൻ മഷിപ്പേന, ഫൗണ്ടെയിൻ പെൻ, ഫൗണ്ടെയിൻ പെൻ. റസാസു എന്ന് പറഞ്ഞാൽ ലെഡ്, കലമു റസാസിൻ പെൻസിൽ, പെൻസിൽ. മീനിങ് ആയി കഴിഞ്ഞു, പടം കഴിഞ്ഞു. പിന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് 3/9/35. ഹിബറുൻ മഷി, കലമു ഹിബറിൻ മഷിപ്പേന, ഫൗണ്ടെയിൻ പെൻ. റസ്വാസുൻ ലെഡ്, കലമു റസ്വാസിൻ പെൻസിൽ. ജാഫുൻ ഡ്രൈ, ഉണങ്ങുക. കലമു ജാഫുൻ ബോൾ പോയിന്റ് പെൻ. ഹരീത്തത്തുൻ മാപ്പ്. ഹറായിത്തു ഇതെവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹറായിത്തു ഭൂപടങ്ങൾ. വറഖുൻ മുസത്തറുൻ റൂൾഡ് പേപ്പർ, വരയിട്ട പേപ്പർ. പേപ്പറിൻ്റെ മലയാളം തൊട്ടാണ് വരയിട്ട പേപ്പർ. അൽ ആലമുൽ ഇസ്ലാമിയു ദ ഇസ്ലാമിക് വേൾഡ്, ഇസ്ലാമിക ലോകം. കീസുൻ എന്ന് പറഞ്ഞാൽ ബാഗ്, അതിൻ്റെ പ്ലൂരൽ അക്കിയാസുൻ. ഖീമത്തു എന്ന് പറഞ്ഞാൽ വാല്യൂ, പ്രൈസ്. ഖിയമുനാണ് അതിൻ്റെ ഹദിയത്തുൻ ഗിഫ്റ്റ്, സമ്മാനം, പ്രസൻറ്റ്. അതിൻ്റെ ഹദായ. ലൗഹത്തു എന്ന് പറഞ്ഞാൽ പ്ലാക്യൂ, കാർഡ്ബോർഡ് വിത്ത് റൈറ്റിംഗ്, ചാർട്ട് എന്നൊക്കെ പറയില്ല, നമ്മുടെ എന്താ പറയുക അതന്നെ. ലൗഹാത്തുൻ പ്ലൂരൽ. എന്ന് പറഞ്ഞാൽ ഇനം, കൈൻഡ്. അൻവാഉൻ ഇനങ്ങൾ. അൻവാ ഉൽ കലിമ. മാഹിയ അൻവാ ഉൽ കലിമ, അല്ലെങ്കിൽ ഖിസ്മുൻ അതേപോലത്തെ വാക്കാണ് കേട്ടോ. ഖിസ്മുൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ. അഖ്സാമുൻ സെക്ഷനുകൾ. പറഞ്ഞേ മാഹിയ അൻവാ ഉൽ കലിമ അല്ലെങ്കിൽ മാഹിയ അഖ്സാമുൽ കലിമ. ഹിയ സലാസത്തുൻ. ഏതൊക്കെയാ? ഇസ്മ, ഫിയൽ, ഹർഫ് അല്ലേ. കലിമകളുടെ ഇനങ്ങൾ ഏതൊക്കെയാ? ഇസ്മ, ഫിയൽ, ഹർഫ് അല്ലേ, 3 കൺഫ്യൂഷൻ ഉണ്ടാ? രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരി. ഇനി മുഷ്തരിൻ അല്ലേ. അൽ മുഷ്തരി എന്നാണ്. മുഷ്തരിൻ വാങ്ങുന്നവൻ, ബയ്യർ. മുഷ്തറൂൻ അതിൻ്റെ ബഹുവചനം മുഷ്തറൂൻ. ഗിലാഫുൻ നേരത്തെ പറഞ്ഞതിന് കവർ, റാപ്പർ, ടൈറ്റിൽ പേജ്. ഗുലുഫുൻ ലിസാൻ എന്ന് പറഞ്ഞാൽ ടങ്ക്, അൽസിനത്തുൻ നാവുകൾ. മുഅയ്യനുൻ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ടത്, പർട്ടിക്കുലർ, സ്പെസിഫൈഡ്. മുഅയ്യൻ എന്ന് പറഞ്ഞാൽ അയ്യന യു അയ്യനു തയ്യീൻ, അവിടെ നിന്നാണ് മുഅയ്യൻ വന്നിട്ടുള്ളത് അല്ലേ. അയ്യിൻ എന്ന് കുറേ വന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അംറുഫിയൽ മഖ്സൂദുൻ ബിന്നിദാഇ, വിളി കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടത്, വിളി കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടത്. സ്പെസിഫൈഡ് ബൈ കോളിംഗ്, സ്പെസിഫൈഡ് ബൈ കോളിംഗ്, വിളി കൊണ്ട്. ലിദ്ദുൻ എന്ന് പറഞ്ഞാൽ വിപരീതം, അതിൻ്റെ ബഹുവചനം അളുദാദുൻ വിപരീതങ്ങൾ. അഷാറ ചൂണ്ടി. അഷാറ ഏതാ വചന്? അഫ്അല വചന് അല്ലേ. അഫ്അല, അഷാറ. അതുപോലത്തെ ഒരു വാക്കുകൾ പറഞ്ഞേ.
കുറേ എന്നും ഞാൻ ചോദിക്കുന്നത്. അഖാമ, പിന്നെ അഷാറ പോലത്തെ അജാബ, പിന്നെ അറാദ, പിന്നെ അഫാദ, മുഴുക, അഫാദ. അപ്പം എങ്ങനെ പറയാം? അഷാറ യുഷീറു, ചൂണ്ടി. ഇഷാറത്തുൻ, ചൂണ്ടൽ. അതിൻ്റെ മസ്തറാണ് കണ്ടോ. ഇഖാമത്തുൻ, ഇജാബത്തുൻ, ഇറാദത്തുൻ, ഇഫാലത്തുൻ, മസ്തർ. ശരി കേട്ടാ. നാദ എന്ന് പറഞ്ഞാൽ ഫോം 3. നാദ, യുനാദി, നിദാ എൻ. കണ്ട ഇതിൽ മസ്തർ കൊടുത്തുള്ള നിദാ എന്നാ വിളി. ശരിക്കും ഇത് ഫോം എത്രയാ? ഫോം 3 അല്ലേ? ഫോം 3 നിങ്ങൾ ഇതെടുത്ത് നോക്കിയേ, അതിൻ്റെ അജനാസ് എടുത്ത് നോക്കിയേ. 2 മസ്തർ ഉണ്ട് അല്ലേ? ഇല്ലേ? മുഫാഅലത്തുൻ വഫിആലുൻ ഇല്ലേ? അൽ ബാബു എവിടെ? ബാബു ഫോം 3. ഫഅല യുഫാഇലു മുഫാഅലത്തുൻ വഫിആലൻ വഹുവ മുഫാഇലുൻ. ചിലതിന് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ചിലതിന് രണ്ടെണ്ണം. ചിലപ്പോൾ ഇതാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടാ. ഫിആലൻ ത്രീയില് മുഖാത്തല യുഖാത്തില് മുഖാത്തലത്തുനാണ്. എന്നാൽ ജാഹദ യുജാഹിദു ജിഹാദാണ്. മുജാഹദത്തുനല്ല, ജിഹാദുനാണ് അല്ലേ? ആണ്. അങ്ങനെ രണ്ടും രണ്ടായിട്ട് വരും കേട്ടോ. സലിമ ടു ബി സേഫ്, യസ്ലമു സലാമത്തൻ. അടുത്തത് ഞാൻ ഇട്ടിട്ടില്ലേ? അത് മറ്റേതിലിട്ടുണ്ടാവും അല്ലേ? ആദ്യത്തെ പേജിലിട്ടുണ്ടാവും അല്ലേ? ഒരെണ്ണം കൂടി ഉണ്ട്. അടുത്തത് ഒരു മിനിറ്റ് കേട്ടോ. സല്ലമ ലി ഫുലാനിൻ, ഇന്നൊരു വ്യക്തിക്ക് സാധനം നൽകി. ലി ഫുലാനിൻ യുസല്ലിമു, നൽകുന്നു. തസ്ലീമൻ, നൽകൽ. സലാം പറഞ്ഞതിന് ഇങ്ങനെ തന്നെ കേട്ടോ. സല്ലമ യുസല്ലിമു തസ്ലീമൻ. ഒറ്റ മിനിറ്റ് കേട്ടോ. അടുത്തത് ദഫ എന്ന് പറഞ്ഞാൽ പേ ചെയ്യുക, പേ ചെയ്തു, അടക്കുക, പൈസ അടച്ചു എന്നൊക്കെ പറയില്ലേ? യദ്ഫഉ ദഫഅൻ. ഹവ എന്ന് പറഞ്ഞാൽ അടങ്ങി, കണ്ടെയ്ൻ, അതിൽ ഉൾക്കൊള്ളുക, ഹോൾഡ് ചെയ്യുക. അതിന് ഇതിൽ കിടക്കണത് എവിടെയാണെന്നറിയോ? ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് 2-ാം തീയതി, 2 ജൂലൈ. എൻ്റെ പോയിന്റ് ടു റിമെമ്പറിൻ്റെ തുടക്കമാണ്, അതുകൊണ്ടാണ് അത് ആദ്യം വന്നിട്ടുള്ളത്. ദഫഅ യദ്ഫഉ ദഫഅൻ, പേ ചെയ്യൽ. ഹവ യഹ്വി, ഹവായത്തൻ. ഹിവായത്തല്ല കേട്ടോ, ഹിവായത്ത് എന്ന് പറഞ്ഞാൽ ഹോബിയാണ്, ഹവായത്തനാണ്. നഫീദ എന്ന് പറഞ്ഞാൽ വറ്റി, ടു ബി എക്സ്ഹൗസ്റ്റഡ്, കം ടു ആൻ എൻഡ്, അവസാനിച്ചു. യൻഫദു നഫദൻ. ഇൻഖലബ ടു ഓവർ ടേൺ, കീഴ്മേൽ മറിഞ്ഞു. യൻഖലിബു ഇൻഖിലാബൻ. ഹല്ല ഹല്ല ടു അഡോൺ സമ്മൺ വിത്ത് ഓർണമെൻറ്റ്സ്. അതെ, ആരെങ്കിലും ഒരു ഓർണമെൻറ്റ്സ് വെച്ചിട്ട് അണിയ എന്നൊക്കെ പറയില്ലേ? അലങ്കരിക്കുക. യുഹല്ലി തഹ്ലിയത്തൻ. പിന്നെ അൽ ഇസ്മുൽ മുഹല്ല ബി അൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല, അലിഫ്ലാം വെച്ചിട്ട് അലങ്കരിക്കുക എന്നറിയില്ല. എ നൗൺ വിത്ത് അൽ അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതായത് അലിഫ്ലാം വെച്ചിട്ട് അലിഫ്ലാം അതിലേക്ക് ചേർക്കുക, ഒരു ഇസ്മിലേക്ക് അലിഫ്ലാം ചേർക്കുക. ലിറ്ററലി എ നൗൺ വിച്ച് ഹാസ് ബീൻ ഡെക്കറേറ്റഡ് വിത്ത് ആൻ ഓർണമെൻറ്റ്സ്. അതിൻ്റെ ഭാഷാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇസ്മിൽ അലിഫ്ലാം വെച്ചിട്ട് അതിനെ അലങ്കരിക്കുക. തഹ്ലിയത്തു ഇസ്മി ബി അൽ, ആഡിങ് അലിഫ്ലാം ടു ദ നൗൺ. ശരി, അപ്പോൾ നമ്മളെ പാഠം കഴിഞ്ഞു കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠം